വെൽക്കം ടു റേഡിയോ മാംഗോ. വെൽക്കം. അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് അസൂയ തോന്നുന്ന പോലത്തെ ഒരു കരിയർ ഗ്രാഫാണ്. തുടങ്ങുന്നത് തന്നെ പെരുവഴിയമ്പലം ശ്രീ പത്മരാജന്റെ കൂടെയാണ് തുടങ്ങുന്നത്. പക്ഷെ അന്നേരം ഭയങ്കര ചെറുപ്പമാണല്ലോ, 17-18 വയസ്സിലൊക്കെ. അത്രയും വലിയൊരു ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലായിരുന്നു ഇത് എൻ്റെ ജീവിതം എങ്ങനെ മാറി മറിയും, ഇത് ഈ ഒരു ക്യാരക്ടർ ഞാൻ എന്തായി തീരുന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണോ അതിലേക്ക് വരണേ ഫസ്റ്റ് സിനിമ? അങ്ങനൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല ആ പ്രായത്തിൽ. കാരണം ആ പ്രായത്തിൽ ഇതെങ്ങനെയാവും എന്നുള്ള ഒരു ചിന്തയോ അങ്ങനെയുള്ള രീതി ഒരു മനസ്സൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാരണം അതിൻ്റെ ആ ചെയ്ത സിനിമയുടെ ഒരു ഗുണം കിട്ടുന്നത് അതിന് ശേഷം പലരും സിനിമ കണ്ടിട്ട് പറയുമ്പോഴാണ് ആ സിനിമയുടെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു മഹത്വം അറിയുന്നതും അങ്ങനെ ഒരു വലിയ കലാകാരൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ടൊക്കെ അന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും പത്മരാജൻ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനം. അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ, സ്റ്റോറി, പിന്നെ നോവലിസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി വലിയ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ പടത്തിൽ അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു. അത് എല്ലാവർക്കും അന്നും വലിയ സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഗുണങ്ങൾ പിന്നീട് നമ്മൾ അറിയുന്നു. പടത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടി. പിന്നെ ആദ്യ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു പ്രായത്തിൽ വളരെ വേഷം ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം. എല്ലാം വളരെ സീനിയർ ആക്ടേഴ്സ്. പ്രൊഡ്യൂസറും അതിൻ്റെ വളരെ പ്രശസ്തനായ ഒരാളായിരുന്നു പ്രേം പ്രകാശ്. അത് ജോസ് പ്രകാശ് സാറിൻ്റെ അനിയനാണ്, നടനും കൂടിയാണ് പുള്ളി, ഗായകനൊക്കെയാണ്. അതിൽ വലിയൊരു സംഭവം, മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോയെങ്കിൽ പോലും ആദ്യത്തെ സിനിമയ്ക്ക് നാഷണൽ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മോനിലോട്ടാ തള്ളിയത്. അത് ഈ അന്നത്തെ പ്രായം ഒരു അന്ന് അവരൊക്കെ അങ്ങനെ ഞാൻ അറിഞ്ഞത് ഡയറക്ടറിനെ പറഞ്ഞാണ്. അപ്പോൾ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് യുവാവും അല്ല ബാലനടനും അല്ലാത്ത ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞോട് അങ്ങനെ അവസാന നിമിഷം തള്ളിപ്പോയെന്നാണ് എന്നോട് അന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറെ പേര് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നവരുണ്ട്. ആ പ്രായത്തിലും മുമ്പുള്ള പ്രായത്തിലും ഇപ്പൊ അവാർഡ് കിട്ടുന്നുണ്ടല്ലോ. അല്ല, അത് ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ പ്രശ്നമാവില്ല. ഇപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മാറി. അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു അന്നത്തെ. പക്ഷെ ഞാനതിന് അന്ന് വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു. അവാർഡ് അന്ന് കിട്ടിയില്ലെങ്കിലും ശരിക്കും കിട്ടിയതിന് തുല്യമായിരുന്നല്ലോ. പക്ഷെ അതുപോലെ തന്നെ പത്മരാജൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു നടനാണ് എന്നൊരു ഇതും കൂടി ഉണ്ട്. അതും ഒരു അവാർഡ് പോലെ പരിഗണിക്കാന്നാണ് ഇപ്പോൾ മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലെ പെരുവഴിയുമ്പോൾ, അങ്ങനെ ഇത്രയും അധികം സിനിമകളൊന്നും അദ്ദേഹത്തിന്റെ കൂടെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അറിയില്ല. 8 സിനിമ ആണല്ലേ? ഞാനും ജഗതി ശ്രീകുമാർ പത്മരാജൻ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടന്മാർ. ആണ്, സൂപ്പർ. അങ്ങനെ ഇതൊരു കണക്ക് അത് തന്നെയാണ് ഏകദേശം. വീണ്ടും വർക്ക് ചെയ്ത വലിയ ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ KG ജോർജ് സാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും മലയാള സിനിമയിൽ ഇപ്പോഴും എന്താ പറയുക, നമുക്കൊരു സിനിമ പഠിക്കുന്നവർക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു റെഫറൻസ് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരാളാണ് KG ജോർജ്. അതുപോലെ തന്നെയാണ് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയാണ് യവനിക. അതിൽ കിട്ടിയ റോൾ ഒരു കിഡിലൻ റോളായിരുന്നു. വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അതായത് ആ ഒരു ടീനേജിൻ്റെതായിട്ടുള്ള ചോരത്തിളപ്പും ഒരു ആറ്റിറ്റ്യൂഡും ഒരു അഹങ്കാരം, ഒരു കൈയൊക്കെ കെട്ടിയുള്ള നിപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി KG ജോർജ് സാർ എന്തായിരുന്നു പറഞ്ഞു തന്നത്, ഇങ്ങനെ വേണം എൻ്റെ ക്യാരക്ടർ എന്നുള്ളത്? അത് അല്ല, ആദ്യമേ ഈ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറച്ചൊരു റെബലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കംപ്ലീറ്റ് ഒരു നിഷേധമാണ് എല്ലാവരും നിഷേധം, ലോകത്തോടെ നിഷേധമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞു തന്നെ എനിക്ക് ഷൂട്ടിങ്ങിന് മുമ്പ്. അപ്പോൾ എല്ലാത്തിനും അവഗണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. അച്ഛനോടൊന്നും മുൻപിൽ താല്പര്യമൊന്നുമില്ല, അങ്ങനത്തെ സംഭവമാണ് പറഞ്ഞു തന്നിരിക്കും. അങ്ങനെയാണ് പിന്നെ അതിനകത്ത് അഭിനയിക്കുമ്പോഴൊക്കെ പിന്നെ നമുക്ക് ഈ അഭിനയിക്കുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ഒരു ക്യാരക്ടറിൽ കിട്ടുന്ന ചിലപ്പോൾ വളരെ ചെറിയൊരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പം ചെറിയൊരു മാനറിസത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ ക്യാരക്ടർ ഗുണമാവും. അവർ പറഞ്ഞു തരുമ്പോൾ നമ്മളിൽ ചില നോട്ടങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം അതൊരു ശരിക്കും ഒരു നല്ല ഒരു കലാകാരൻ, ഡയറക്ടർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ കൊണ്ട് ഒരു അഭിനയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഫുള്ളായിട്ട് വലിയൊരു ഡയലോഗ് കൊടുത്തോ അല്ലെങ്കിൽ മുഴുനീളമായിട്ട് അങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് കാണിക്കണമെന്നൊരു നിയമമൊന്നുമില്ല. അവരുടെ ഒരു ചലനത്തിലോ ഒരു നോട്ടത്തിലോ ഒരു മോഡലിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിറ്റ് ഡയലോഗിലോ ഈ ആക്ടറെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നല്ല ഡയറക്ടർക്ക് സാധിക്കും, മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഞാൻ കാലിങ്ങനെ വിറപ്പിച്ചുകൊണ്ട് സംസാരിക്കും, ആട്ടിക്കൊണ്ട് അതൊരു മാനറിസമായിട്ട് അത് ഞാൻ എവിടെയോ അങ്ങനെ കണ്ടപ്പോൾ ജോർജ് സാർ പറഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ സീനൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഇങ്ങനെ കാലൊക്കെ ആട്ടി സംസാരിക്കും. അത് ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറിയത്.
ഈ പോലീസ് സ്റ്റേഷൻ സീനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തഗ് ഡയലോഗ്സ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. സ്വന്തം അച്ഛനല്ലേ സാറേ കൊന്നെങ്കിൽ കൊന്നെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ തഗ് ലൈഫ് ട്രോളൊക്കെ കാണുന്നുണ്ടോ ആ സീൻസിന്റെ ഒക്കെ? ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്. അത് പോരാതെ നമ്മുടെ ആ സീനിന്റെ ഒക്കെ ഒരു ഓർമ്മ എന്താണ്? പറയുന്നതും മമ്മൂക്കയോടാണ്, ഇത്രയും സീനിയറായ ഒരാളോടാണ് വൻ തഗ്ഗൊക്കെ അടിക്കുന്നത്. അതിന്റെ ഒക്കെ ഒരു ഓർമ്മ എന്താണ്? അല്ല, അത് പോലീസ് സ്റ്റേഷനിലെ സീൻ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ഈ ക്യാരക്ടർ എൻഡ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലാണ്. അല്ല, അതോടുകൂടി അവർക്ക് മനസ്സിലാവും ഇവൻ ഈ ദേഷ്യവും വർത്താനം മാത്രമേ ഉള്ളൂ, ചെയ്തിട്ടില്ല എന്ന് ഓഡിയൻസിന് അറിയാം. ബേസിക്കലി ആ ക്യാരക്ടർ ഇന്നസെന്റ് ക്യാരക്ടറാണ്. വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്നസെന്റ് ആണ്. അയാൾ ഒരിക്കലും ചെയ്യത്തില്ല, തന്റെ കൊല്ലത്തൊന്നുമില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ കിടക്കുന്ന വർത്താനം ദേഷ്യവും കാര്യങ്ങളായി പറയുന്നത് അത് ഹൈലൈറ്റർ സീനാണ്. അപ്പൊ അതിനകത്ത് അതിന് രണ്ടു കുറെ ടേക്കൊക്കെ എടുത്താന്ന് അന്നെടുത്തപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ. പുള്ളി തന്നെ പറഞ്ഞു നമുക്കൊന്നും എടുക്കാം, ഡയറക്ടറോട് പറയുകയാണ് ഒന്നും എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അന്നത്തെ ആ പ്രൊഡ്യൂസറുടെ ഒരു മാനസികാവസ്ഥയും താല്പര്യമാണ് ഞാൻ ആലോചിച്ചു. കാരണം അന്ന് സിനിമയാണ്, ഫിലിമാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇന്ന് ഫിലിം അല്ലല്ലോ. റിപ്പീറ്റ് എടുക്കുക, റീടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് താങ്ങാൻ ബുദ്ധിമുട്ടാണ് റീടേക്ക് വരുമ്പോൾ. ആർക്കും അങ്ങനെയാണ്. സമയം പോകുന്ന മാത്രമല്ല, എക്സ്പെൻസീവ് അല്ലേ. ഇന്നിപ്പം നമ്മളിപ്പം ഡിജിറ്റൽ അല്ലേ, ഇതിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും അത് വീണ്ടും റീടേക്ക് ചെയ്താൽ പുറത്ത് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അല്ല, ആ കാലത്തും അങ്ങനെ ചില പ്രൊഡ്യൂസേഴ്സുമാരും ഉണ്ടായിരുന്നു, നമുക്ക് അവരെയൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അതായത് സിനിമയിലുള്ള പാട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പോലും അനന്തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ അനന്തരത്തിലെ സീൻ, അതായത് ശോഭന മാം ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സീൻ, ഞാൻ ഇന്നലെയും കൂടെ ഒരു റീല് കണ്ടത് ഇളയരാജ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പാട്ടുകൾ. സിനിമയിൽ അങ്ങനെ മ്യൂസിക് ഒന്നും അല്ല, പാട്ടൊന്നുമില്ല. കുറെ പാട്ട് പലതും ഇങ്ങനെ അത് ഫിൽ ചെയ്ത് വിടുന്നുണ്ട് പാട്ടുകളൊക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്. തൂവാനത്തുമ്പിയുള്ളു നമുക്കൊരു നാരങ്ങെല്ലാം കാച്ചിയാലോ, അതും ഈ പറഞ്ഞ പോലെ ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ, പത്മരാജനായിട്ട് വീണ്ടുള്ള ഒരു കോമ്പിനേഷൻ, അതും ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട, കുറച്ച് സമയമാണെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ സീൻ, അതിന്റെ ഒക്കെ ഒരു മെമ്മറി എന്താണ്? അത് ഇപ്പോഴും ഒരു കൾട്ട് സിനിമയാണല്ലോ. അത് എക്കാലത്തെയും ഒരു എവർഗ്രീൻ സിനിമകളിലൊന്നു തന്നെ. അത് ഏത് കാലത്തും ഏത് തലമുറയ്ക്കും അത് ആസ്വദിക്കണം. അതല്ലേ ഇത്രയും വർഷമായില്ലേ, 87 ഇറങ്ങിയ സിനിമയാണ് അത്. അപ്പൊ എത്ര വർഷമായി ഇപ്പം? ഒരു 38 വർഷമായില്ലേ അല്ലേ? ആ 38 വർഷമായിട്ട് ആ സിനിമയുടെ ഒരു ത്രില്ല്, അതിൻ്റെ പ്രത്യേകത, സുഖം ഇന്നും ആസ്വദിക്കുന്നു പറയുമ്പോൾ അത് അതിൻ്റെ ഡയറക്ടറുടെ ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയിലുള്ള പ്രത്യേകത കൊണ്ട് തീർന്നതാണ്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു കലാകാരനാണ് പത്മരാജൻ. അതാ കാണേണ്ടത്. ഇന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ആ സിനിമയെ കുറിച്ച്. കാരണം ടി വിയിലൊക്കെ എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഓഡിയൻസ് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്ന് ആ സിനിമ സാമ്പത്തികമായിട്ട് വലിയ കളക്ഷനൊന്നും ഉണ്ടായില്ല, ഒരു ആവറേജ് ലെവലിൽ പോയ സിനിമയുള്ളൂ. പിന്നീട് വന്നാണ് അത് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുന്നത്. അത് ക്യാരക്ടറും ശക്തമായ ക്യാരക്ടറാണ് ഋഷി. യങ്സ്റ്റേഴ്സിന്റെ ഒരു ആഘോഷം പോലെ പത്മരാജന്റെ കൂടെ ചെയ്ത് മൂന്നാം പക്കമാണ്. ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒരു ട്രാജിക് ഇതൊക്കെ ആണെങ്കിലും അതിലൊരു പ്രത്യേകത എന്ന് പറയാവുന്നത് അതിൽ വന്ന മെയിൻ ലീഡ്സ് 3 പേരും പത്മരാജൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളാണ്. റഹ്മാൻ, ജയറാം, അശോകൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ സെറ്റപ്പ് ആയിരിക്കുമല്ലോ, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ടീച്ചർ പത്മരാജൻ, നിങ്ങൾ 3 കുട്ടികൾ മെയിൻ ആയിട്ട്. അപ്പൊ ആ ഒരു മൂന്നാം പക്കത്തിന്റെ സെറ്റിന്റെ മെമ്മറി ഒക്കെ എന്താണ്? നല്ലൊരു ഉത്സവം പോലെ ഞങ്ങളന്ന്, ഞങ്ങൾക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രായം, അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളൊരു സ്കൂളിലൊക്കെ വന്ന് പഠിക്കുന്ന, അങ്ങനെ ഒരു പഠിക്കുന്ന ഒക്കെ സംഭവങ്ങളായിട്ട് അതിനകത്ത് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെയാണ്. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ തൃപ്തികരമായിട്ട് അഭിനയിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ തൃപ്തി വേണം. ആ തൃപ്തി നമ്മൾ അതിനകത്ത് എല്ലാ അറ്റ്മോസ്ഫിയർ കറക്റ്റാണ്, ആംബിയൻസ് കറക്റ്റാവണം. എല്ലാ സിനിമയിലും നമുക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില സിനിമയിൽ ചില ഡയറക്ടർമാർ അങ്ങനെ ആ സെറ്റ് മുഴുവൻ നമുക്ക് തൃപ്തികരമായ ഒരു കാര്യമാണ്, അറ്റ്മോസ്ഫിയർ കറക്റ്റാണെങ്കിൽ നമുക്ക് അഭിനയിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അഭിനയം മാത്രമല്ല, ഏത് രംഗത്തും അങ്ങനെയാണെന്ന് എൻ്റെ തോന്നുന്നത്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലേ നമുക്ക് തൃപ്തി ഉണ്ടാവില്ലല്ലോ. ശ്വാസം മുട്ടി എങ്ങനെയെങ്കിലും വിട്ടിട്ട് പോയാമെന്ന് തോന്നില്ലേ? അത് ചില സിനിമയിൽ നമുക്ക് പരിപൂർണ തൃപ്തിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ ആസ്വദിച്ച് താമസിച്ച് വർക്ക് ചെയ്ത സിനിമയാണ് മൂന്നാം പക്കം. ആ സിനിമയിൽ ആ റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് സിനിമയാണത് അല്ലേ?
അതുപോലെ തന്നെ ഒരു യൂത്ത് സെലിബ്രേഷൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നതാണ് താങ്കളുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടർ തോമസ് ഊട്ടി ഇൻ ഹരിഹർ നഗറിലേക്ക് വരുമ്പോഴേക്കും അല്ലെ. സിനിമ തുടങ്ങിയതിൽ നിന്ന് കുറച്ച് സിനിമ ഒന്ന് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റേഴ്സിലൊക്കെ തോമസ് ഊട്ടി വിട്ടോടാ എന്നുള്ളത് വരെ അത്രയും മെയിനായി, ക്യാരക്ടറും ആ ഡയലോഗും അത്രയും ക്ലിക്കായി അല്ലേ. അങ്ങനെ അടിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. തോമസ് ഊട്ടി വിട്ടോടാ, അതുകൊണ്ട് അങ്ങനെ തോമസ് ഊട്ടിയുടെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അതെ 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 ഒന്ന് പറഞ്ഞ രണ്ടിനെ തന്നെ. അതെ, അപ്പൊ അതാണ് എന്റെ ഹൈലൈറ്റ്. അത് പിന്നെ പോസ്റ്റർ അടിച്ച് വന്നത്. നമ്മളും ഒക്കെ ഇപ്പോഴും പറഞ്ഞു വരുമ്പോ എന്തെങ്കിലും പറയുമ്പോ തോമസ് ഊട്ടി വിട്ടോടാ അത് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നതാ. പക്ഷെ ഇനീഷ്യൽ ഡിസ്കഷൻസിലൊക്കെ 4 പേരും ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നായകന്മാർ ക്യാരക്ടറായിട്ട് വരുമ്പോ ഇനീഷ്യലി ഓഫർ ചെയ്തത് തോമസ് ഊട്ടി എന്നുള്ള ക്യാരക്ടർ തന്നെയായിരുന്നോ? അത് തന്നെയായിരുന്നു എന്റെ ഒരു അറിവ്, അങ്ങനെ തന്നെയായിരുന്നു. തോമസ് ഊട്ടിയായിട്ട് തന്നെയാണ് എന്നെ ആദ്യം മുതലേ വെച്ച് എന്നെ തന്നെയാണ് ഈ ക്യാരക്ടർ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് സിനിമകൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഹരിഹർ നഗറിന് കൃത്യം 35 വയസ്സാവുന്ന വർഷമാണ്. ഇൻ ഹരിഹർ നഗർ റിലീസ് ഉണ്ടാവോ? ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ആണോ? എന്റെ അറിവിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഒരു ബലമായ ഒരു വിശ്വാസം വീണ്ടും റിലീസ് ഉണ്ടാവുന്നതാണ്. കാരണം ഇപ്പൊ പല പടങ്ങളും ഇപ്പം വന്നല്ലോ. ഇപ്പം നേരത്തെ ഇപ്പം സ്ഫടികം വന്നു. സ്ഫടികം വളരെ ഗംഭീരമായിട്ട് സൂപ്പർ ഹിറ്റാണ് അന്നും. ഇപ്പൊ രണ്ടാമത് വന്നപ്പോഴും ഭയങ്കര കളക്ഷനായിരുന്നു. പിന്നെ മറ്റേ വലിയേട്ടൻ എന്ന് പറഞ്ഞ അത് നന്നായി പോയെന്ന് പറഞ്ഞു. പിന്നെ ദേവദൂതൻ, പക്ഷെ അന്ന് സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. അന്ന് പരാജയപ്പെട്ട സിനിമയാണ്. പക്ഷെ ആ പടം രണ്ടാമത് വന്നപ്പോൾ ഭയങ്കര കളക്ഷനായിരുന്നു കേട്ടു. ഇനിയിപ്പം അമരം വരുന്നുണ്ട്. അമരം അങ്ങനെയുള്ള ഒരു പരിപാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നന്നായി കളക്ട് ചെയ്യുന്നൊരു വിശ്വാസമാണ്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തോമസ് ഊട്ടി ഹരിഹർ നഗർ വീണ്ടും വരാം. കാരണം അത് സൂപ്പർ ഹിറ്റ് പടമല്ലേ. അത് എക്കാലത്തെയും ഏത് സമയത്ത് വന്നാലും കളക്ട് കാണാൻ രസമുള്ള സിനിമയാണ്. പിള്ളേരുടേതായ ഒരു സംഭവങ്ങൾ ഇന്നത്തെ പിള്ളേരും വളരെ സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോഴേ നിങ്ങൾ സീനിയർ ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ 4 പേരാണെങ്കിൽ തന്നെ ഭയങ്കര പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു പുതിയ ഡയറക്ടേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയുടെയും വ്യത്യാസം ഉണ്ടാവും, വരുന്ന കഥകളുടെ ഉണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് കിഷ്കിന്താകാണ്ഡത്തിലാണെങ്കിൽ തോമസ് ഊട്ടിയുടെ വർക്ക്, ഇപ്പം മാർക്കോലാണെങ്കിൽ അപ്പുക്കുട്ടൻ്റെ വർക്ക്, നിങ്ങളെല്ലാവരും അല്ലാണ്ട് ഭയങ്കര എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പഠിപ്പിച്ചു തന്നു എന്നല്ല, പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ആൾക്കാർ അവരുടെ ഒരു ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കാലം മാറുമ്പോൾ കോലം മാറണമെന്നാണ്. നാടോടുമ്പോൾ നടുവി ഓടണം എന്നാണ് അതിന്റെ അടിസ്ഥാനം. അത് തന്നെയാണ്. അല്ല, വ്യത്യസ്തമായ റോളും കാര്യങ്ങളൊക്കെ ചിലത് നമ്മൾ ചെയ്തേ നമുക്ക് സിനിമയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ പ്രത്യേകിച്ച് ഒരു പ്രധാന ഘടകമാണത്. അപ്പോൾ അങ്ങനത്തെ റോളും ചെയ്യണം. ഇപ്പം അതുപോലെ ഇപ്പം പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ കേമൻ സോമൻ അത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മുമ്പ് വന്ന വെബ് സീരീസ് ആയ മറ്റേ മാസ്റ്റർ പീസ്, അതിനും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടറായിരുന്നു. എന്താണ് കിഷ്കിന്താകാണ്ഡത്തിൽ അത് വലിയ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമൊന്നും അല്ലെങ്കിലും ആ ക്യാരക്ടർ കുറച്ച് ഒരു പോസിറ്റീവായിട്ട് ക്യാരക്ടറും ആ സിനിമയ്ക്ക് അതിന് വേണ്ട ഒരു കഥാപാത്രം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ കുടുംബത്തോട് ഒരു സ്നേഹമുള്ള, അവരെ പരോക്ഷമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതങ്ങനെ വരാൻ നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ പടം നന്നായി കളക്ട് ചെയ്തു. KG യേശുദാസ്, നമ്മുടെ സ്വന്തം ദാസേട്ടന്റെ ശബ്ദത്തില് പാതിരാമഴ ഏതോ, അഴകേ, ഒരു തലം മാത്രം, ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നമുക്കൊരു ചുണ്ടനൊക്കെ സാധിക്കുന്ന മഹാഭാഗ്യമുണ്ട്. അല്ല, അങ്ങനെ അതുകൊണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അന്നത്തെ പല ലെജൻഡ്സ് ആയിട്ടുള്ള ഇന്നും പാട്ടെഴുത്തുകാരാണെങ്കിൽ ശരി, ഭാസ്കരൻ മാഷ്, പി ഭാസ്കരൻ മാഷുടെ എഴുതിയ പാട്ടുകൾ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം ഉണ്ടായി. ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ, ONV കുറുപ്പ് സാറ്, അവരുടെയൊക്കെ എഴുത്തിൽ കൂടി പാട്ട് പാടാൻ സാധിച്ച ഭാഗ്യ ദാസേട്ടൻ, ജയേട്ടൻ, അങ്ങനെയുള്ളവരുടെ എല്ലാം കൂടെ. അങ്ങനെയൊക്കെ അത് പറയുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു കമ്പോസ് ചെയ്ത കാര്യം പറയുന്നത്. സിനിമയിൽ ബാബു തിരുവല്ലയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. മനസ്സ് എന്നൊരു സിനിമ ചെയ്തു. അതെന്റെ പറഞ്ഞാൽ മനസ്സിൽ കിടന്നൊരു എങ്ങനെ പെട്ടെന്ന് പൊട്ടി വന്നൊരു മോഹമായിരുന്നു എന്ന് പറയാം. അതാണ് അതിനെ ശ്രീകുമാരൻ നമ്പി എഴുതി ജയചന്ദ്രൻ പാടി ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തത്. അത് ഓൺലൈനിൽ കൂടെ റിലീസ് ചെയ്തത്. അങ്ങനെ ഭാഗ്യമുണ്ടായി. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ സംഗീതം മനസ്സിൽ പണ്ടുപോലെ കിടന്നതുകൊണ്ട് ശരിക്കും പാട്ടുകാരനാവാനാണ് സിനിമയിൽ ആഗ്രഹിച്ചത് അല്ലേ? ആഗ്രഹം സിനിമയിൽ പാടണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങനെ നടന്നൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം വിധിക്കുന്നതും വേറെയല്ലേ, പലർക്കും, എല്ലാവർക്കും ഇല്ല, പലർക്കും. അതങ്ങനെ സംഭവിച്ചു. ഏതായാലും
പുള്ളി കിടക്കുന്ന സംഗീത സംവിധാനം വളരെയധികം അറിഞ്ഞുകൊണ്ടോ അല്ല ഞാൻ എന്താ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളവരെ പഠിച്ച് പാസ്സായ ഒരാളെന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ സംഗീതം അല്പസ്വല്പമൊക്കെ എവിടെയൊക്കെ കിടന്നതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലോ വിശ്വാസത്തിലോ അതങ്ങ് ചെയ്തു. അതാണ് സംഭവിച്ചത് അതിനകത്ത്. ദാസേട്ടൻ്റെ പാട്ട് റെക്കോർഡ് ഞാൻ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്ന ശേഷം കാണുന്നത് അതാണ്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ നേരിട്ടടുപ്പമായി. അടുപ്പം ഒരിക്കൽ അനന്തരം സിനിമ അദ്ദേഹം കണ്ടിട്ട് ഒരു എയർപോർട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്, ദാസേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് 87, 88-ലാണ്. അനന്തരം ഞാൻ കണ്ടു. പിന്നെ പുള്ളിക്ക് പടം അത് ഇഷ്ടമായി. പല പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും ഇട്ടാണ് ഞാൻ പടം കൂടുതൽ കണ്ട് മനസ്സിലാക്കിയെന്നൊക്കെ ദാസേട്ടനോട് പറഞ്ഞു. അതൊരു വലിയ അപ്രീസിയേഷനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് പാതരാമഴ, ആമരം, അതൊക്കെ കുറേ പാട്ടുകൾ പാടാനുള്ള വലിയ അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോടൊക്കെ യാത്ര ചെയ്യാനുള്ള എനിക്ക് അവസരം ഉണ്ടായിട്ട് കുറേ ദൂരം കാറിൽ ഞങ്ങൾ യാത്ര ചെയ്തു ദാസേട്ടനോട്ട്. അങ്ങനെ ദാസേട്ടൻ്റെ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു. നല്ല എളുപ്പമാണ് ദാസേട്ടനുമായിട്ട്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്കൊന്ന് പാടി. ഒരു ദലം മാത്രം വിളന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകായി ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടർ അമരത്തിലെ രാഘവൻ തന്നെയാണ് അല്ലെ? അത് ഒരു വമ്പൻ സെറ്റപ്പ് ആയിരുന്നു മൊത്തം സിനിമയുടെ. അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ആയാലും ഡയറക്ടർ ഭരതനായാലും മമ്മൂക്ക, KPS ലളിത, മുരളി, മൊത്തത്തിൽ ഒരു ഹ്യൂജ് സിനിമയായിരുന്നു അമരം എന്ന് പറയുന്നത്. ആ ഒരു സിനിമയുടെ അതിന്റെ ഒപ്പം തന്നെ ആ കടപ്പുറം സ്ലാങ്ങും പിടിക്കണം. അപ്പൊ അമരത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്ലാങ് ഞാൻ എറണാകുളത്ത് താമസിച്ചിരുന്നു, പക്ഷേ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കൊച്ചി എറണാകുളമൊക്കെ ഏതാണ്ട് അങ്ങനെ ഒരു നീട്ടുള്ള ഭാഷയിലുണ്ടല്ലോ, തൃശ്ശൂരും. അപ്പോൾ എനിക്കിതൊക്കെ മിക്കവാറും യാത്ര ഇവിടെ ചെയ്യുന്നതുകൊണ്ടും ഇവിടെ താമസിച്ചിരുന്നതുകൊണ്ടൊക്കെ കുറേയൊക്കെ എൻ്റെ മനസ്സിലുള്ളവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഭാഷ പറയാൻ വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല. പിന്നെ അത് ആ പടം ഇത്രത്തോളം ഭയങ്കരമായ ഒരു സംഭവമായി മാറുമെന്ന് ഒരു പക്ഷേ ഞങ്ങൾ ആരും വിചാരിച്ചില്ല. കാരണം ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പൂർണ്ണമായും കടലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ അമരമായിരുന്നു. അപ്പോൾ ഓഡിയൻസിനും കടൽ കഥകളിൽ അധികം കണ്ടിട്ടില്ല ചെമ്മീനല്ല, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പുതുമയുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടും പിന്നെ സബ്ജക്റ്റും വളരെ മനോഹരമായ സബ്ജക്റ്റായിരുന്നു. ക്യാരക്ടേഴ്സും ഭരതൻ സിനിമ ഡയറക്ടറുടെ പുള്ളിയുടെ കഴിവുകളും വൈഭവമൊക്കെ ഭയങ്കരമല്ലേ. പടം ഭയങ്കരമായിട്ടും ക്ലച്ച് പിടിച്ചു, സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിലെ പറഞ്ഞ പോലെ ഒരു ശക്തമായൊരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം. അത് ഈ പറഞ്ഞ പോലെ എന്നും കിടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇപ്പം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത പോലെയൊക്കെയാണ് പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന വലിയൊരു സന്തോഷവും ഭാഗ്യം തന്നെയാണ്. അല്ല അതിപ്പോൾ അതായാലും ഹരിഹർ നഗറാണെങ്കിലും പെരുവിഴമ്പലമാണെങ്കിൽ ശരി, അന്ന് ഒരു പ്രത്യേക വിഭാഗം മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന്. കാരണം അത് ഒരു കച്ചവട സിനിമയായിരുന്നില്ല. എന്നാലും പത്മരാജൻ്റെ ഒരു ഓഡിയൻസ് അന്നും ഇന്നും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം നിലനിന്ന് പോകുന്ന ഇത്തരം ചില പടങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പലിശ ഓർത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ പടങ്ങൾ ചെയ്തിട്ട് ഇൻട്രസ്റ്റാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ക്ലൈമാക്സ് ലാസ്റ്റ് കൊമ്പനെ പിടിക്കാൻ പോകുന്നതൊക്കെ. ഇപ്പോഴാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഒരു ടാങ്കിൽ ഷൂട്ട് ചെയ്ത് VFX ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്ന് നിങ്ങൾ കടലിൽ തന്നെ അല്ലേ ഷൂട്ട് ചെയ്തത്? കടലങ്ങ് വളരെ ഉള്ളിലോട്ടൊന്നും പോയില്ല, പക്ഷേ കടലിന്റെ കുറച്ച് കര വിട്ട് കുറച്ച് പോയിരുന്നു. വളരെ അകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ. അപ്പൊ ഷൂട്ടൊക്കെ എങ്ങനെയായിരുന്നു ക്ലൈമാക്സ് സീൻ്റെ ഒക്കെ? ക്ലൈമാക്സ് സീന് അത് കടലിൽ തന്നെ ആയിരുന്നു. അത് എല്ലാം കടലിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. കടലിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ദൂരം പോവാതെ തന്നെ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് അത് പിന്നെ ക്യാമറമാൻ്റെ കഴിവിനും തീർച്ചയായും പറയും. മധുവമ്പാട്ടല്ലേ, വളരെ സുന്ദരമായിട്ട് ഒപ്പിയെടുത്തിരിക്കുകയല്ലേ അത്. അങ്ങനെ എടുത്ത് നമ്മളൊരു നടുക്കടലിൽ പോകുന്ന ഒരു എഫക്റ്റ് അതിനകത്ത് ഓഡിയൻസ് തോന്നിയത്. അതെ അതെ. നിങ്ങൾ എത്ര ബോട്ടുകളൊക്കെ ചുറ്റും വേണ്ടി വന്നിരിക്കും ഈ ഒരു ബോട്ടിനെ ഷൂട്ട് ചെയ്യാൻ തന്നെ? നമ്മളെ എന്തെങ്കിലും വന്നാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അധികം കടലിൽ പോയാലാണ് ആ പ്രശ്നമുള്ളത്. അങ്ങനെ ഉണ്ടായില്ല. കാരണം പണ്ട് ചെമ്മീനൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കേട്ടുണ്ട്. സത്യം എന്ന് പറഞ്ഞ ആക്ടറൊക്കെ നടുക്കടലിൽ അന്ന് മരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞ് എഴുതി കേട്ടിട്ടുണ്ട്. കടലല്ലേ,
അത് കരയല്ലല്ലോ, നമുക്ക് വലിയ പിടിയില്ലാത്ത സ്ഥലമല്ലേ അതൊക്കെ. മമ്മൂക്കയായിട്ട് ഓൺ സ്ക്രീനിൽ എപ്പോഴും അടിയാണല്ലോ. അതായത് ഇപ്പോൾ അമരത്തിലാണെങ്കിൽ മമ്മൂക്കയ്ക്കെതിരാണ്, യവനികയിലാണെങ്കിൽ, അനന്തരത്തിലാണെങ്കിലും ഒരു കണക്കിൽ എപ്പോഴും നിങ്ങൾ ഓൺ സ്ക്രീൻ വമ്പൻ ഫൈറ്റാണ്, തിരിച്ചു പറയലും വഴക്കൊക്കെയാണ്. പക്ഷെ നിങ്ങൾ തമ്മിലൊരു ഓഫ് സ്ക്രീൻ സൗഹൃദമൊക്കെ എങ്ങനെയാണ്? അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ, നേരത്തെ വലിയ നല്ല സൗഹൃദമാണ്. സിനിമയിലൊക്കെ എത്രയോ യവനിക പോലെ ഉള്ള ഒരു പരിചയം അടുപ്പൊക്കെ ഉണ്ടല്ലോ, അന്ന് പോലെ നല്ല സൗഹൃദം തന്നെയാണ്. യവനിയെ പിന്നെ ഒരു അതിനകത്ത് ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു എന്താണ് പ്രതി എന്നുള്ളൊരു ആ ഒരു അതൊരു വ്യക്തിപരമല്ല. എപ്പോഴും ഒരു പോലീസ് ഓഫീസർക്ക് പ്രതിയാന്ന് തോന്നുന്നവരോട് എപ്പോഴും ആ രീതിയിൽ സമീപിക്കുകയുള്ളൂ, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ഒരു സാമൂഹികപരമായിട്ട് സോഷ്യൽ ആയിട്ട് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ അല്ല. അതെ, പിന്നെ പല പടങ്ങളിലും അമരത്തിൽ അങ്ങനെ ഉണ്ട്, ശരിയാണ്. അല്ലാത്ത പടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, പല പടങ്ങളും ഉണ്ടല്ലാത്തത്. അല്ല, ഞാനങ്ങനെ നിങ്ങൾ തമ്മിലുള്ള വഴക്കുള്ള സീനുകൾ പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിലും, ലാലേട്ടന്റെ മോസ്റ്റ്ലി സ്ഫടികത്തിൽ അളിയനായിട്ട് അല്ലെങ്കിൽ തൂവാനത്തുമ്പിയുള്ള കൂട്ടുകാരനായിട്ട് നിങ്ങൾ അത്യാവശ്യം സൗഹൃദത്തിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ അതിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്ന ഒരു കുഞ്ഞു സീനിലാണെങ്കിൽ തന്നെ ഹലോലെ സീൻ, സെബാസ്റ്റ്യ എന്ന് വിളിക്കുന്ന ആ സീൻ, സാബല്ലേടാ നീ വിളിച്ചിട്ട് ആ ഒരു സീനിലേക്ക് എത്തുന്ന എന്താണ്, ഒരു കുഞ്ഞു റോളല്ലേ അത് ശരിക്കും, പക്ഷെ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. ഞാനത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച സിനിമയാണ്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് താല്പര്യപ്പെട്ടില്ല ആദ്യം പറഞ്ഞപ്പോൾ, കാരണം ഒരു സീന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞു, എൻ്റെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ഡയറക്ടർ റാഫി തന്നെ എന്നെ വിളിച്ച് സംസാരിച്ചു, അത് ഞാൻ ചെയ്യണം, അപ്പം ഞാൻ ചെയ്യണമെന്ന് അതിൻ്റെ മനസ്സിൽ അങ്ങനെ വന്നിരിക്കുന്നത്. അത് ഒരു സീനേ ഉള്ളെങ്കിലും പടത്തിൽ ഭയങ്കര പേര് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്യാത്ത പറ്റൊന്നുമല്ല. അല്ല, റാഫി പോലുള്ള ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു മേജർ ക്യാരക്ടർ എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറയാം, അതാണ് ഞാൻ താല്പര്യം പറഞ്ഞത്, അല്ലാതെ ഞാൻ പടത്തിൽ ഭയങ്കര ബിസി ആയിട്ടൊന്നുമല്ല. അങ്ങനെ നിർബന്ധത്തിൻ്റെ പേര് ഞാൻ പോയി ചെയ്തതാണ് ഒറ്റ സീനിൽ. പക്ഷെ അത് അവർ പറഞ്ഞ കറക്റ്റാണ്, അവർ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് തിയേറ്ററിൽ വലിയൊരു റെസ്പോൺസ് ഉണ്ടായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ അതിൽ ഏറ്റവും ചിരി പൊട്ടിയൊരു സീൻ അതാണ്. അതെ അതെ, ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയ സീനാണത്. അതേപോലെ തന്നെ മാസ്റ്റർ പീസ് വെബ് സീരീസിന്റെ കാര്യം പറയുമ്പോൾ മാസ്റ്റർ പീസിലെ ക്യാരക്ടറും ഭയങ്കര ഒരു സ്വീറ്റ് ക്യാരക്ടർ. അതേപോലെ തന്നെ, കാരണം അതും അതിന്റെ സെറ്റും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതും അതിന്റെ ഡയറക്ടർ ശ്രീജിത്ത് വളരെ, ഇപ്പൊ പ്രവീണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ മിടുക്കനായ ഒരു നല്ല എന്താണ് പുള്ളിക്ക് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും അങ്ങനെ എൻ്റെ വിശ്വാസം, നല്ല സെറ്റായിരുന്നത്. അതും വളരെ ഒരു ടിപ്പിക്കൽ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. കുറച്ച് നെഗറ്റീവായിട്ടുള്ള, പാട്ട് പോലും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിന് എതിരായിട്ടുള്ള ക്യാരക്ടർ. പാട്ടെന്ന് പറഞ്ഞാൽ അലർജിയുള്ള ഒരാളാണ് അതിനകത്ത്. അപ്പം അത് ക്യാരക്ടറും വളരെ ഒരു എന്താണ്, ഒരു പൊങ്കൻ, അല്പൻ, ഒരു വിവരമില്ലാത്ത വിഡ്ഢി എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടർ, അഹങ്കാരി, അങ്ങനെ ഒരു ക്യാരക്ടർ. അതും ഇതിൽ നിന്നും മറ്റേ ഡിഫറെൻ്റ് ആയിരുന്നു ക്യാരക്ടർ. മാസ്റ്റർ പീസിന്റെ സെക്കൻഡ് സീസൺ വരുന്നുണ്ടോ? ഒന്നും അറിയില്ല, എനിക്കറിയില്ല. പ്ലാനിങ് ആയിട്ടില്ല. അന്നൊക്കെ അവർ സെക്കൻഡ് എടുക്കുന്നൊക്കെ പറയുന്നു, എനിക്ക് പിന്നെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. ഇനി 2025 വരുമ്പോൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന വർക്കുകൾ എന്താണ്, സിനിമകൾ എന്താണ്? നമ്മൾ അങ്ങനെ ശരിക്കും പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, അല്ലെ എക്സ്പെക്ട് ചെയ്യാത്തതായിരിക്കത്തില്ല ഇത് വരുമ്പോൾ അഭിപ്രായം വരുന്നത്. സിനിമയുടെ കാര്യമല്ലേ. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഒന്നാണ് ധീരൻ. ധീരൻ ഇപ്പൊ കഴിഞ്ഞു, കൃഷ്ണഗിരിയും കോതമംഗലത്ത് കഴിഞ്ഞ സിനിമയാണ്. അത് പിന്നെ അത് ഞങ്ങൾ 3-4 പേരുണ്ട്. ഞാൻ, ജഗദീഷ്, പിന്നെ മനോജ് കെ ജയൻ, സുധീഷ്, പിന്നെ 2 പേര്. ഒരു ടൈമിലുള്ള നായകന്മാരെല്ലാരും വരുന്നുണ്ട്. അപ്പൊ പിന്നെ രാജേഷ് മാധവൻ, പിന്നെ ഇനിയുണ്ട് അതിനകത്ത് സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന 2 പേര്, ശബരീഷ് ആൻഡ് അഭിരാം, 2 പേര്. ഇതെല്ലാം കൂടെ ഒരു ഞങ്ങൾ ഈ 4-5 പേരാണ് അതിനകത്ത് പ്രധാന കഥാപാത്രം, സെൻട്രൽ ക്യാരക്ടേഴ്സ് അവരാണ്. ഇപ്പോൾ ഹീറോ രാജേഷ് മാധവനാണ്. അത് ഒരു ചേഞ്ച് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല സബ്ജക്റ്റാണ്. ഭീഷ്മപർവ്വതത്തിന്റെ റൈറ്ററാണ്. അറിയാമല്ലോ, അമൽ നീരദിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ അവര് ഷാലിമയൊക്കെ എടുത്തവരാണ്. ജയ ഹോ, ജാനമനൊക്കെ എടുത്ത പ്രൊഡ്യൂസേഴ്സാണ്. അത് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ സെറ്റായിരുന്നതും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും നല്ല ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഹ്യൂമറാണ്, കുറച്ച് ഡിഫറെൻ്റ് ആ സ്റ്റോറി. അതേപോലെ അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെയൊക്കെ അതായിരുന്നു. അതും കുറച്ച് ഡിഫറെൻ്റ് ക്യാരക്ടറാണ്. മറ്റേ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. അതിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം? ഭബ്ബബാല് ഇപ്പൊ നോക്കുമ്പോൾ അതൊരു സാധാരണ എക്സ്പെക്ടേഷൻ മതി. അത് ബാക്കി സ്ക്രീനിൽ കണ്ട ഇതെല്ലാം സ്ക്രീനിൽ കണ്ട ശേഷം പറഞ്ഞാൽ മതി. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ?
നല്ലതാണെന്ന് മോശമാണെന്നും പറയാൻ പറ്റില്ല. എങ്ങനെ പോകുന്ന നമുക്ക് ഒരു മുൻകൂട്ടി ഒരു പ്രൊഡിക്ഷൻ നമുക്ക് സാധിക്കില്ല സിനിമയിൽ. എന്നാലും ശരി, പപ്പപ്പായാലും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അതൊരു വളരെ ഒരു വലിയ പ്രൊജക്റ്റാണ്. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. അതിനകത്തെ ഒരു ക്യാരക്ടർ ഇത്തിരി ഒരു വട്ടൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും പറഞ്ഞാൽ മതി. ബബ്ബാൽ ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? ഒന്നും അറിയില്ല, അതിനെയൊക്കെ ചോദ്യമില്ല. ഏതോ വേറെ ചില താരങ്ങളൊക്കെ ഇതിനകത്ത് കൂട്ടത്തിൽ വരുന്നത് ഞാനും കേട്ടു എന്നല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ. അതിലൊരു കള്ളത്തരം ഉണ്ട്, പക്ഷെ ഓക്കെ, നോക്കാം നമുക്ക്. സിനിമ എന്ന് പറയുന്നത് കള്ളത്തരമാണല്ലോ. ഈ കഴിഞ്ഞൊരു വർഷത്തിലെ 2024 കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ? പിന്നെ എനിക്ക് ഈ സൂക്ഷ്മദർശിനി എനിക്ക് ഇഷ്ടമായി. നല്ല പടമാണ്. പിന്നെ കിഷ്കിന്ത കണ്ട ഞാൻ അഭിനയിച്ചോട്ട് മാത്രമല്ല, മിക്ക പടങ്ങളും ഞാൻ കാണുന്നതാണ്. പിന്നുള്ളത് ഭ്രമയുഗം, അത് ഇഷ്ടപ്പെടാണ്. മിക്ക പടങ്ങളും ഞാൻ കാണാറുണ്ട്. ആവേശം, മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ ആവേശം കണ്ടു. ആവേശം ഉണ്ടാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓഫ് കോഴ്സ് അതല്ല പടമായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഡയറക്ടേഴ്സിൽ ഒരാൾ KG ജോർജ് ആണെന്ന്. അപ്പൊ രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്ക് വേണ്ടി വളരെ ഞാൻ ഇപ്പോൾ ഒരു സിനിമ വർക്ക് ചെയ്തു, നന്ദോൽ മയക്കം. അത് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. പുള്ളി ഷൂട്ടിങ് വന്ന സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ കാര്യത്തിൽ മാത്രം വേറെ ഒരു കാര്യം പുള്ളി ഇൻവോൾവ് ചെയ്യുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യത്തില്ല. വളരെ സീരിയസ് ആണ്. സെറ്റിൽ വളരെ സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണ് ലിജോ. അങ്ങനെ അല്ലാത്ത സമയത്ത് തമാശകളും കാര്യങ്ങളൊക്കെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ആ ഒരു സ്പിരിറ്റോടി തന്നെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എടുക്കുന്ന ഓരോ ഷോട്ടുകളും പുള്ളി പല പ്രാവശ്യം കണ്ട് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണം തോന്നി അവിടെ വെച്ച് മാറ്റുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കൊരു ആവേശം സിനിമ എന്ന് പറഞ്ഞു. നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്തുക, അല്ലെങ്കിലും വലിയ കാലമായില്ല ഇത് വന്നിട്ടില്ല. പക്ഷേ പുള്ളിയുടെ സിനിമകളൊക്കെ വളരെ എപ്പോഴും വളരെ എന്തെങ്കിലും പ്രത്യേകതയുള്ള സിനിമകൾ തന്നെ ആയിരിക്കും. മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു ഡയറക്ടറാണ്. നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്കും വളരെ അഭിപ്രായമുള്ള ഒരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. അല്ല, ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ ഡയറക്ടേഴ്സും വളരെ മിടുക്കന്മാരാണ്. അത് പറയാതിരിക്കാൻ വയ്യ. വളരെ പണ്ടുള്ള സിനിമയുടെ ചില പ്രത്യേക ഒരു ഫോർമുലയൊന്നും ഇന്നത്തെ സിനിമകളിലത് അങ്ങനെ ഒരു നിയമങ്ങളും വാസ്തവ സിനിമയിലില്ല. ഇന്ന രീതിയിൽ എടുക്കണമെന്നോ അതായത് ഇപ്പം ഒരു ക്ലോസ് എടുത്താൽ അതിന് കൗണ്ടർ ക്ലോസ് വേണമെന്നോ, ഒരു സജഷൻ ഷോട്ട് എടുത്താൽ കൗണ്ടർ സജഷൻ വേണമെന്നോ, ഇങ്ങനെ നിബന്ധനകൾ വസ്തുത്തിൽ പലൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേൾക്കാറുണ്ടെങ്കിലും വസ്തുത്തിൽ സിനിമയിൽ അത് അത്യാവശ്യമുള്ള കാര്യമല്ല. സിനിമയിലൊരു ഫൈറ്റ് വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പാട്ട് വേണം ഒരു നിർബന്ധമില്ല. പല പടങ്ങളും പ്രേമം വേണം നിർബന്ധമില്ല, ഒരു പ്രേമം വേണമെന്ന് പിന്നെ തമാശ വേണം നിർബന്ധമില്ല. ഇതൊന്നും ഇല്ലാതെയുള്ള സിനിമകൾ ഒരുപാട് ഓടുന്നുണ്ടല്ലോ. ഒന്നാമത്തെ കളക്ഷൻ ഇത്ര സിനിമയുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയൊക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഫോർമുലാസൊക്കെ മാറ്റിമറിച്ചും കൊണ്ടുവരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ സിനിമയിൽ വരുന്നുണ്ട്. അതിന് പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ ആക്ടേഴ്സും പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം മിടുക്കന്മാരാണ്. അതിൽ പറയുന്നത് എല്ലാം നല്ല ടാലൻ്റ് ഉള്ളവരാണ് വന്നുകൊണ്ടിരിക്കുന്നവരെല്ലാം. അതായത് നമുക്ക് അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല.